അധ്യായം 25 സൂറത്തുൽ ഫുർഖാൻ. മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 77. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. തബാറകല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറാ. ലോകർക്ക് താക്കീത് നൽകുന്നവനാകാൻ വേണ്ടി തന്റെ അടിമയ്ക്ക് സത്യാസത്യങ്ങളെ വേർതിരിക്കുന്ന ഗ്രന്ഥം ഇറക്കിക്കൊടുത്ത അല്ലാഹു അനുഗ്രഹീതനാകുന്നു. الذي له ملك السماوات والأرض ولم يتخذ ولدا ولم يكن له شريك في الملك وخلق كل شيء فقدره تقديرا. അവൻ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യമുള്ളവനാണ്. അവൻ സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല. ആധിപത്യത്തിൽ അവന് ഒരു പങ്കാളിയുമില്ല. എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിക്കുകയും അവയ്ക്കൊരു ശരിയായ നിർണയം നൽകുകയും ചെയ്തിരിക്കുന്നു. وَاتَّخَذُوا مِن دُونِهِ آلِهَةً لَّا يَخْلُقُونَ شَيْئًا وَهُمْ يُخْلَقُونَ وَلَا يَمْلِكُونَ لأنفسهم ضرا ولا نفعا ولا يملكون موتا ولا حياة ولا نشورا. അല്ലാഹുവിനെ കൂടാതെ അവർ ചില ഇലാഹുകളെ സ്വീകരിച്ചിരിക്കുന്നു. അവ ഒരു വസ്തുവിനെയും സൃഷ്ടിക്കുകയില്ല. അവരാകട്ടെ സൃഷ്ടിക്കപ്പെടുന്നവരാണ് താനും. തങ്ങൾക്കു തന്നെ യാതൊരു ഉപകാരത്തെയും ഉപദ്രവത്തെയും അവർ സ്വാധീനമാക്കുന്നില്ല. മരണത്തെയോ ജീവിതത്തെയോ മരണാനന്തര ഉയർത്തെഴുന്നേൽപ്പിനെയോ അധീനപ്പെടുത്തുന്നുമില്ല അവർ. وقال الذين كفروا إن هذا إلا إفك افتراه وأعانه عليه قوم آخرون فقد جاءوا ظلما وزورا. ഇത് ഖുർആൻ ഒരു കള്ളവാർത്ത മാത്രമാണ്. നബി, ഇത് കെട്ടിയുണ്ടാക്കിയിരിക്കുന്നു. ചില ആളുകൾ അതിനാ മനുഷ്യനെ സഹായിച്ചിട്ടുമുണ്ട് എന്ന് സത്യനിഷേധികൾ പറയുന്നു. എന്നാൽ തീർച്ചയായും ഇതുമൂലം അവർ അക്രമവും വ്യാജവുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. وقالوا أساطير الأولين اكتتبها فهي تملى عليه بكرة وأصيلا. ഇത് പൂർവീകരുടെ പഴങ്കഥകളാണ്. അദ്ദേഹം അത് എഴുതിച്ചെടുത്തു. അങ്ങനെ അത് അദ്ദേഹത്തിന് രാവിലെയും വൈകുന്നേരവും വായിച്ചു കേൾപ്പിക്കപ്പെടുന്നു എന്നും അവർ ജൽപ്പിക്കുന്നു. قُلْ أَنزَلَهُ الَّذِي يَعْلَمُ السِّرَّ فِي السَّمَاوَاتِ وَالْأَرْضِ إِنَّهُ كَانَ غَفُورًا رَّحِيمًا. താങ്കൾ പറയുക, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ രഹസ്യങ്ങളും അറിയുന്ന അല്ലാഹുവാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും അവൻ ഏറ്റവും പൊറുക്കുന്നവനും പരമകാരുണികനുമാണ്. وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. അവർ പറയുന്നു, ഈ റസൂലിന് എന്താണ്? ഇയാൾ ഭക്ഷണം കഴിക്കുകയും അങ്ങാടിയിൽ കൂടി നടക്കുകയും ചെയ്യുന്നു. റസൂലുകൾ ഇങ്ങനെ ചെയ്യുമോ? അദ്ദേഹത്തിന്റെ അടുത്തേക്കൊരു മലക്കിനെ അയക്കപ്പെടുകയും എന്നിട്ട് ആ മലക്ക് അദ്ദേഹത്തിനോടൊപ്പം ഒരു താക്കീതുകാരനായി തീരുകയും ചെയ്യാത്തതെന്തുകൊണ്ടാണ്? أو يلقى إليه كنز أو تكون له جنة يأكل منها وقال الظالمون إن تتبعون إلا رجلا مسحورا. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്തേക്കൊരു നിധിയിട്ട് കൊടുക്കപ്പെടുകയോ തനിക്ക് ഭക്ഷിക്കാനുള്ളൊരു തോട്ടമുണ്ടാക്കുകയോ ചെയ്യാതിരുന്നതെന്തുകൊണ്ടാണ്? ഈ അക്രമികൾ പറയുന്നു, ബുദ്ധിഭ്രമം ബാധിച്ചൊരു മനുഷ്യനെ മാത്രമാണ് നിങ്ങൾ പിന്തുടർന്നു നടക്കുന്നത്. انظر كيف ضربوا لك الأمثال فضلوا فلا يستطيعون سبيلا. അവർ തങ്ങളെക്കുറിച്ച് ഉപമകൾ വിവരിച്ചതെങ്ങനെയാണെന്ന് നോക്കുക. അങ്ങനെ അവർ സത്യത്തിൽ നിന്ന് തെറ്റിപ്പോയി സന്മാർഗത്തിൽ എത്തിച്ചേരാൻ അവർക്ക് കഴിയുകയില്ല. تبارك الذي إن
فجعل لك خيرا من ذلك جنات تجري من تحتها الأنهار ويجعل لك قصورا. അള്ളാഹു നന്മ അധികരിച്ചവനാണ്. അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവർ പറയുന്നതിനേക്കാൾ ഉത്തമമായത് താഴ്ഭാഗത്തുകൂടി നദികളൊഴുകുന്ന തോട്ടങ്ങൾ താങ്കൾക്കവൻ ഉണ്ടാക്കിത്തരും. ചില ഉന്നത സൗധങ്ങൾ താങ്കൾക്കവൻ ഉണ്ടാക്കിത്തരികയും ചെയ്യും. بل كذبوا بالساعة وأعتدنا لمن كذب بالساعة سعيرا. പക്ഷേ അവൻ അന്ത്യകാലത്ത് നിഷേധിച്ചിരിക്കുന്നു. അന്ത്യനാളിനെ നിഷേധിക്കുന്നവർക്ക് കത്തിജ്വലിക്കുന്ന നരകം നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. إذا رأتهم من مكان بعيد سمعوا لها تغيظا وزفيرا. അത് ദൂരസ്ഥലത്ത് നിന്നവരെ കാണുമ്പോൾ അതിന്റെ കോപവും ഇരമ്പവും അവർ കേൾക്കുന്നതാണ്. وَإِذَا أُلْقُوا مِنْهَا مَكَانًا ضَيِّقًا مُقَرَّنِينَ دَعَوْا هُنَالِكَ ثُبُورًا. ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ടവരായ നിലയിൽ ആ നരകത്തിൽ ഒരിടുങ്ങിയ സ്ഥാനത്ത് കൊണ്ടുപോയി ഇടപെട്ടാൽ അവിടെ വെച്ചവർ നാശത്തെ വിളിക്കും. لا تدعوا اليوم ثبورا واحدا وادعوا ثبورا كثيرا. ആ സമയത്ത് അവരോട് പറയപ്പെടും, ഇന്ന് നിങ്ങൾ ഒരു നാശത്തെ മാത്രം വിളിക്കേണ്ടതില്ല, അനേകം നാശത്തെ വിളിക്കുക. قل أذلك خير أم جنة الخلد التي وعد المتقون كانت لهم جزاء ومصيرا. താങ്കൾ ചോദിക്കുക, അതാണോ ഉത്തമം, അതോ മുത്തക്കികൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ശാശ്വതമായ സ്വർഗമോ, അതവർക്ക് പ്രതിഫലവും മടങ്ങിച്ചെല്ലുന്ന സ്ഥാനവുമാകുന്നു. لهم فيها ما يشاءون خالدين كان على ربك وعدا مسئولا. നിരന്തരവാസികളായ സ്ഥിതിയിൽ തങ്ങൾ ഉദ്ദേശിക്കുന്നതെല്ലാം അവർക്കതിലുണ്ടായിരുന്നതാണ്. താങ്കളുടെ റബ്ബിന്റെ മേൽ ഉത്തരവാദപ്പെട്ട ഒരു വാഗ്ദാനമാണത്. وَيَوْمَ يَحْشُرُهُمْ وَمَا يَعْبُدُونَ مِن دُونِ اللَّهِ فَيَقُولُ أَأَنْتُمْ أَضْلَلْتُمْ عِبَادِي هَؤُلَاءِ أَمْ هُمْ ضَلُّوا السَّبِيلَ. അവരെയും അള്ളാഹുവിനെ കൂടാതെ അവരാരാധിക്കുന്ന വസ്തുക്കളെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ഓർക്കുക. എന്നിട്ട് അവൻ ആ ആരാധ്യ വസ്തുക്കളോട് ചോദിക്കും, നിങ്ങളാണോ എന്റെ അടിമകളെ വഴിതെറ്റിച്ചത്, അതോ അവർ സ്വയം വഴിപിഴച്ചതോ? قالوا سبحانك ما كان ينبغي لنا أن نتخذ من دونك من أولياء ولكن متعتهم وآباءهم حتى نسوا الذكر وكانوا قوما بورا. അവർ പറയും, നീ എത്ര പരിശുദ്ധൻ, നിന്നെ കൂടാതെ മറ്റ് യാതൊന്നിനെയും ആരാധ്യരാക്കി വെക്കുന്നത് ഞങ്ങൾക്ക് പാടില്ല തന്നെ. എന്നിരിക്കെ ഞങ്ങളെ ആരാധിക്കാൻ ഞങ്ങളെങ്ങനെ അവരോട് പറയും? പക്ഷേ അവർക്കും അവരുടെ പൂർവ്വപിതാക്കൾക്കും നീ സുഖഭോഗങ്ങൾ നൽകി. അങ്ങനെ നിന്റെ ഉദ്ബോധനം അവർ മറന്നുകളയുകയും അവസാനം അവർ ഒരു നാശമടഞ്ഞ ജനതയായി തീരുകയും ചെയ്തു. فقد كذبوكم بما تقولون فما تستطيعون صرفا ولا نصرا ومن يظلم منكم نذقه عذابا كبيرا. അപ്പോൾ അല്ലാഹു ആരാധകരോട് പറയും, ഇപ്പോൾ ഇതാ നിങ്ങൾ പറയുന്നതിനെ ഇവർ ഇലാഹുകളാണെന്ന വാദത്തെ നിഷേധിച്ചിരിക്കയാണിവർ. ഇനി ശിക്ഷ നിങ്ങളിൽ നിന്ന് തിരിച്ചു കളയാനോ മറ്റുള്ളവരിൽ നിന്ന് സഹായം തേടാനോ നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങളിൽ ആരെങ്കിലും അക്രമം കാണിക്കുകയാണെങ്കിൽ നാം അവനെ കടുത്ത ശിക്ഷ ആസ്വദിപ്പിക്കുന്നതാണ്. وما أرسلنا قبلك من المرسلين إلا إنهم ليأكلون الطعام ويمشون في الأسواق
وَجَعَلْنَا بَعْضَكُمْ لِبَعْضٍ فِتْنَةً أَتَصْبِرُونَ وَكَانَ رَبُّكَ بَصِيرًا. അങ്ങാടിയിൽ കൂടി സഞ്ചരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നവരായിട്ടല്ലാതെ താങ്കളുടെ മുമ്പ് മുർസലുകളെ നാം അയച്ചിട്ടില്ല. നിങ്ങളിൽ ചിലരെ മറ്റുള്ളവർക്ക് നാം ഒരു പരീക്ഷണമാക്കിയിരിക്കുകയാണ്. നിങ്ങൾ ക്ഷമിക്കുമോ? നിങ്ങളുടെ റബ്ബെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. وَقَالَ الَّذِينَ لَا يَرْجُونَ لِقَاءَنَا لَوْلَا أُنْزِلَ عَلَيْنَا الْمَلَائِكَةُ أَوْ نَرَى رَبَّنَا لَقَدِ اسْتَكْبَرُوا فِي أَنفُسِهِمْ وَعَتَوْا عُتُوًّا كَبِيرًا. നാമുമായി കണ്ടുമുട്ടുന്നതിനെ ആഗ്രഹിക്കാത്തവർ ചോദിക്കുന്നു, നമ്മുടെ അടുത്തേക്ക് എന്തുകൊണ്ട് മലക്കുകൾ ഇറക്കപ്പെടുന്നില്ല? അല്ലെങ്കിൽ നമ്മുടെ നാഥനെ എന്തുകൊണ്ട് നാം നേരിട്ട് കാണുന്നില്ല? തീർച്ചയായും അവർ തങ്ങളുടെ മനസ്സിൽ ഗർവ് കാണിക്കുകയും വലിയ ധിക്കാരം കാട്ടുകയുമാണ് ചെയ്തിരിക്കുന്നത്. يَوْمَ يَرَوْنَ الْمَلَائِكَةَ لَا بُشْرَى يَوْمَئِذٍ لِلْمُجْرِمِينَ وَيَقُولُونَ حِجْرًا مَحْجُورًا. അവർ മലക്കുകളെ കാണുന്ന ദിവസം ഓർക്കുക, ആ കുറ്റവാളികൾക്ക് അന്ന് യാതൊരു സന്തോഷ വാർത്തയുമില്ല, ശക്തമായ തടസ്സം എന്ന് മലക്കുകൾ പറയുകയും ചെയ്യും. وَقَدِمْنَا إِلَى مَا عَمِلُوا مِنْ عَمَلٍ فَجَعَلْنَاهُ هَبَاءً مَنْثُورًا. അവർ പ്രവർത്തിച്ച കർമ്മങ്ങളിലേക്ക് നാം കരുതുകയും എന്നിട്ടതിനെ വിതറപ്പെട്ട ധൂളി പോലെ ആക്കുകയും ചെയ്യും. أَصْحَابُ الْجَنَّةِ يَوْمَئِذٍ خَيْرٌ مُسْتَقَرًّا وَأَحْسَنُ مَقِيلًا. അന്ന് സ്വർഗ്ഗക്കാർ ഉത്കൃഷ്ടവാസസ്ഥലവും ഏറ്റവും നല്ല വിശ്രമ സങ്കേതവും ഉള്ളവരാകുന്നു. وَيَوْمَ تَشَقَّقُ السَّمَاءُ بِالْغَمَامِ وَنُزِّلَ الْمَلَائِكَةُ تَنزِيلًا. മേഘത്തോടൊപ്പം എല്ലാ ആകാശങ്ങളും പൊട്ടിപ്പിളരുകയും മലക്കുകളെല്ലാം ഇറക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം ഓർക്കുക. الْمُلْكُ يَوْمَئِذٍ الْحَقُّ لِلرَّحْمَنِ وَكَانَ يَوْمًا عَلَى الْكَافِرِينَ عَسِيرًا. അന്ന് യഥാർത്ഥമായ ആധിപത്യം കരുണാനിധിയായ അള്ളാഹുവിനാകുന്നു. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം വിഷമമേറിയ ഒരു ദിവസമായിരിക്കുമത്. وَيَوْمَ يَعَضُّ الظَّالِمُ عَلَى يَدَيْهِ يَقُولُ يَا لَيْتَنِي اتَّخَذْتُ مَعَ الرَّسُولِ سَبِيلًا. അക്രമി തന്റെ രണ്ട് കൈകളും കടിക്കുന്ന ദിവസവും ഓർക്കുക. അവൻ പറയും, അഹോ, ഞാൻ റസൂലിന്റെ കൂടെ ഒരു സന്മാർഗം സ്വീകരിക്കുന്നതിൽ സഹകരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. يَا وَيْلَتَى لَيْتَنِي لَمْ أَتَّخِذْ فُلَانًا خَلِيلًا. എന്റെ കഷ്ടമേ, ഇന്നയാളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിരുന്നില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. لَقَدْ أَضَلَّنِي عَنِ الذِّكْرِ بَعْدَ إِذْ جَاءَنِي وَكَانَ الشَّيْطَانُ لِلْإِنسَانِ خَذُولًا. എനിക്ക് ഖുർആൻ പ്രബോധനം വന്നുകിട്ടിയതിനു ശേഷം അതിൽ നിന്ന് അവൻ എന്നെ വഴിതെറ്റിക്കുക തന്നെ ചെയ്തു. പിശാച് മനുഷ്യനെ കൈവടിയുന്നവനാകുന്നു. وَقَالَ الرَّسُولُ يَا رَبِّ إِنَّ قَوْمِي اتَّخَذُوا هَذَا الْقُرْآنَ مَهْجُورًا. റസൂൽ പറഞ്ഞു, എന്റെ റബ്ബേ, തീർച്ചയായും എന്റെ ജനത ഈ ഖുർആനെ വർജ്യമാക്കി കളഞ്ഞു. وَكَذَلِكَ جَعَلْنَا لِكُلِّ نَبِيٍّ عَدُوًّا مِنَ الْمُجْرِمِينَ وَكَفَى بِرَبِّكَ هَادِيًا وَنَصِيرًا. അതുപ്രകാരം എല്ലാ പ്രവാചകന്മാർക്കും കുറ്റവാളികളിൽപ്പെട്ട ചില ശത്രുവിനെ നാം നിശ്ചയിച്ചിട്ടുണ്ട്. മാർഗദർശകനായും സഹായകനായും താങ്കളുടെ റബ്ബ് തന്നെ മതി. وَقَالَ الَّذِينَ كَفَرُوا لَوْلَا نُزِّلَ عَلَيْهِ الْقُرْآنُ جُمْلَةً وَاحِدَةً كَذَلِكَ لِنُثَبِّتَ بِهِ فُؤَادَكَ وَرَتَّلْنَاهُ تَرْتِيلًا. അദ്ദേഹത്തിന് നബിക്ക് ഖുർആൻ ഒന്നാകെ ഒറ്റ പ്രാവശ്യമായി ഇറക്കപ്പെടാത്തത് എന്തുകൊണ്ടാണെന്ന് സത്യനിഷേധികൾ ചോദിക്കുന്നു. അത് പ്രകാരം പല പ്രാവശ്യമായി അവതരിപ്പിച്ചത് താങ്കളുടെ ഹൃദയത്തെ അതുകൊണ്ട് നാം ബലപ്പെടുത്തേണ്ടതിനാണ്.
സാവകാശത്തിൽ അതിനെ നാം ഓതിത്തരികയും ചെയ്തിരിക്കുന്നു. ولا يأتونك بمثل إلا جئناك بالحق وأحسن تفسيرا. സത്യത്തെ എതിർക്കാൻ ഏതൊരു ഉപമ അവർ കൊണ്ടുവന്നാലും സത്യവും ഏറ്റവും നല്ല വിവരണവുമായ മറുപടി താങ്കൾക്ക് നാം കൊണ്ടുവന്നു തരാതിരിക്കയില്ല. الذين يحشرون على وجوههم إلى جهنم أولئك شر مكانا وأضل سبيلا. തങ്ങളുടെ മുഖങ്ങൾ നിലത്ത് കുത്തിയവരായി നരകത്തിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാകട്ടെ അവർ ഏറ്റവും ചീത്ത സ്ഥാനമുള്ളവരും ഏറ്റവും വഴിപിഴച്ചവരുമാണ്. وَلَقَدْ آتَيْنَا مُوسَى الْكِتَابَ وَجَعَلْنَا مَعَهُ أَخَاهُ هَارُونَ وَزِيرًا. തീർച്ചയായും മൂസാ നബിക്ക് നാം വേദഗ്രന്ഥം നൽകി അദ്ദേഹത്തിന്റെ കൂടെ സഹോദരൻ ഹാറൂനെ ഒരു സഹായിയായി നാം നിശ്ചയിക്കുകയും ചെയ്തു. فَقُلْنَا اذْهَبَا إِلَى الْقَوْمِ الَّذِينَ كَذَّبُوا بِآيَاتِنَا فَدَمَّرْنَاهُمْ تَدْمِيرًا. എന്നിട്ട് നാം അവരോട് പറഞ്ഞു, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന ആ ജനതയുടെ അടുത്തേക്ക് നിങ്ങളിരുവരും പോകുക. അങ്ങനെ ഇരുവരും ദൗത്യവുമായി ചെന്നപ്പോൾ ആ ജനത അവരെ നിഷേധിച്ചു. അപ്പോൾ നാം അവരെ പാടെ നശിപ്പിച്ചു. وَقَوْمَ نُوحٍ لَمَّا كَذَّبُوا الرُّسُلَ أَغْرَقْنَاهُمْ وَجَعَلْنَاهُمْ لِلنَّاسِ آيَةً وَأَعْتَدْنَا لِلظَّالِمِينَ عَذَابًا أَلِيمًا. നൂഹ് നബിയുടെ ജനതയെ ഓർക്കുക. അവർ അല്ലാഹുവിന്റെ ദൂതന്മാരെ നിഷേധിച്ചപ്പോൾ നാം അവരെ വെള്ളത്തിൽ മുക്കി നശിപ്പിക്കുകയും നാം അവരെ ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തമാക്കുകയും ചെയ്തു. ആ അക്രമികൾക്ക് നാം വേദനാജനകമായ ശിക്ഷ പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. وَعَادًا وَثَمُودَ وَأَصْحَابَ الرَّسِّ وَقُرُونًا بَيْنَ ذَلِكَ كَثِيرًا. ആദിനെയും സമൂദിനെയും റസ്സുകാരെയും അവർക്കിടയിലുള്ള ഒരുപാട് തലമുറകളെയും ഓർക്കുക. وَكُلًّا ضَرَبْنَا لَهُ الْأَمْثَالَ وَكُلًّا تَبَّرْنَا تَتْبِيرًا. എല്ലാവർക്കും നാം ഉപമകൾ, ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുത്തു. അത് നിഷേധിച്ചപ്പോൾ എല്ലാവരെയും നാം ഉന്മൂലനം ചെയ്യുകയും ചെയ്തു. وَلَقَدْ أَتَوْا عَلَى الْقَرْيَةِ الَّتِي أُمْطِرَتْ مَطَرَ السَّوْءِ أَفَلَمْ يَكُونُوا يَرَوْنَهَا بَلْ كَانُوا لَا يَرْجُونَ نُشُورًا. തീർച്ചയായും കൽമഴ വർഷിക്കപ്പെട്ട നാട്ടിൽ കൂടി അവർ, സത്യനിഷേധികൾ, നടന്നുപോയിട്ടുണ്ട്. എന്നിട്ട് അവരത് കണ്ടിരുന്നില്ലേ? പക്ഷേ അവർ പുനരുത്ഥാനത്തെ പ്രതീക്ഷിക്കാത്തവരായിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരത് കണ്ടിട്ടും അതിനെ സംബന്ധിച്ച് ചിന്തിച്ചു പഠിക്കാത്തത്. وَإِذَا رَأَوْكَ إِن يَتَّخِذُونَكَ إِلَّا هُزُوًا أَهَذَا الَّذِي بَعَثَ اللَّهُ رَسُولًا. നബിയെ, താങ്കളെ കാണുമ്പോൾ ഇവനെയാണോ അള്ളാഹു ഒരു ദൂതനായി നിയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് പരിഹസിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. إِن كَادَ لَيُضِلُّنَا عَنْ آلِهَتِنَا لَوْلَا أَن صَبَرْنَا عَلَيْهَا وَسَوْفَ يَعْلَمُونَ حِينَ يَرَوْنَ الْعَذَابَ مَنْ أَضَلُّ سَبِيلًا. തീർച്ചയായും നമ്മുടെ ഇലാഹുകളെ ആരാധിക്കുന്നതിൽ നാം ഉറച്ചു നിന്നിരുന്നില്ലെങ്കിൽ അതിൽ നിന്ന് ഇയാൾ നമ്മെ വഴിതെറ്റിക്കുമായിരുന്നു എന്നും അവർ പറയുന്നു. ആരാണ് കൂടുതൽ വഴിപിഴച്ചവരെന്ന് പിന്നീട് ശിക്ഷ കാണുമ്പോൾ അവർ അറിയുന്നതാണ്. أَرَأَيْتَ مَنِ اتَّخَذَ إِلَٰهَهُ هَوَاهُ أَفَأَنتَ تَكُونُ عَلَيْهِ وَكِيلًا. തന്റെ ദേഹേച്ഛയെ ഇലാഹാക്കി വെച്ചവനെ താങ്കൾ കണ്ടുപോ. അപ്പോൾ താങ്കൾ അവന്റെ മേൽ ഉത്തരവാദം ഏറ്റെടുക്കുകയാണോ? أَمْ تَحْسَبُ أَنَّ أَكْثَرَهُمْ يَسْمَعُونَ أَوْ يَعْقِلُونَ إِنْ هُمْ إِلَّا كَالْأَنْعَامِ بَلْ هُمْ أَضَلُّ سَبِيلًا. അതല്ല, അവരിൽ അധിക പേരും കേൾക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്യുന്നുണ്ടെന്ന് താങ്കൾ ധരിക്കുന്നുണ്ടോ? അവർ നാൽക്കാലികളെപ്പോലെ തന്നെയാണ്. അല്ല, അവയെക്കാളേറെ വഴിപിഴച്ചവരാണ്. أَلَمْ تَرَ إِلَى رَبِّكَ كَيْفَ مَدَّ الظِّلَّ وَلَوْ شَاءَ لَجَعَلَهُ سَاكِنًا ثُمَّ جَعَلْنَا الشَّمْسَ عَلَيْهِ دَلِيلًا.
താങ്കളുടെ റബ്ബിന്റെ പ്രവൃത്തിയിലേക്ക് താങ്കൾ നോക്കിയിട്ടില്ലേ? അവൻ എങ്ങനെയാണ് നിഴലിനെ നീട്ടിയിരിക്കുന്നത്? അവൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനെ നിശ്ചലമാക്കുമായിരുന്നു. പിന്നെ നാം അല്ലാഹു അതിന് സൂര്യനെ ദൃഷ്ടാന്തമാക്കി. ثم قبضناه إلينا قبضا يسيرا പിന്നീട് നാം അതിന് കുറേശ്ശെയായി നമ്മിലേക്ക് പിടിച്ചെടുക്കുകയും ചുരുക്കുകയും ചെയ്തു. وهو الذي جعل لكم الليل لباسا والنوم سباتا وجعل النهار نشورا അവനാണ് നിങ്ങൾക്ക് രാത്രിയെ ഒരു വസ്ത്രവും നിദ്രയെ ഒരു വിശ്രമവുമാക്കി തന്നത്. പകലിനെ അവൻ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള സമയവും ആക്കിയിരിക്കുന്നു. وهو الذي أرسل الرياح بشرا بين يدي رحمته وأنزلنا من السماء ماء طهورا അവന്റെ കാരുണ്യത്തിന്റെ മഴയുടെ മുമ്പിൽ സന്തോഷവാർത്തയെന്ന നിലക്ക് കാറ്റുകളെ അയച്ചതവനാണ്. ആകാശത്ത് നിന്ന് നാം അല്ലാഹു ശുദ്ധീകരിക്കുന്ന വെള്ളമിറക്കുകയും ചെയ്തു. لنحيي به بلدة ميتا ونسقيه مما خلقنا أنعاما وأناسيا كثيرا അതുകൊണ്ട് നിർജീവമായ നാടിനെ ജീവിപ്പിക്കാനും നാം സൃഷ്ടിച്ചവരിൽപ്പെട്ട കന്നുകാലികൾക്കും അനേകം മനുഷ്യർക്കും കുടിക്കാൻ കൊടുക്കാനും വേണ്ടി. وَلَقَدْ صَرَّفْنَاهُ بَيْنَهُمْ لِيَذَّكَّرُوا فَأَبَى أَكْثَرُ النَّاسِ إِلَّا كُفُورًا തീർച്ചയായും നാം അതിനെ അവർക്കിടയിൽ പല ഭാഗങ്ങളിലേക്കുമായി നാം വിവരിച്ചിരിക്കുന്നു, അവർ ഉത്ബുദ്ധരാകാൻ വേണ്ടി. എന്നാൽ മനുഷ്യരിൽ അധിക പേരും നന്ദികേട് കാണിക്കാതിരിക്കുന്നതിന് വെറുക്കുകയാണ്. وَلَوْ شِئْنَا لَبَعَثْنَا فِي كُلِّ قَرْيَةٍ نَذِيرًا നബിയെ, നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ ഓരോ നാട്ടിലും ഓരോ മുന്നറിയിപ്പുകാരനെ, പ്രവാചകനെ നാം നിയോഗിക്കുമായിരുന്നു. فَلَا تُطِعِ الْكَافِرِينَ وَجَاهِدْهُم بِهِ جِهَادًا كَبِيرًا അതുകൊണ്ട് താങ്കൾ സത്യനിഷേധികൾക്ക് വഴിപ്പെട്ടു പോകരുത്. ഈ ഖുർആൻ മുഖേന താങ്കൾ അവരോട് ശക്തമായ സമരം നടത്തുക. وهو الذي مرج البحرين هذا عذب فرات وهذا ملح أجاج وجعل بينهما برزخا وحجرا محجورا അവൻ രണ്ട് സമുദ്രങ്ങളെ കൂട്ടിച്ചേർത്തവനാണ്. അവയിലൊന്ന് നല്ല സ്വച്ഛലം, മറ്റേത് കയ്പുള്ള ഉപ്പുവെള്ളവും. അവ രണ്ടിനുമിടയിൽ അവൻ ശക്തമായൊരു മറയും ദൃഢമായൊരു തടസ്സവും ഉണ്ടാക്കി വെക്കുകയും ചെയ്തിരിക്കുന്നു. وهو الذي خلق من الماء بشرا فجعله نسبا وصهرا وكان ربك قديرا വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചതവനാണ്. അങ്ങനെ അവൻ മനുഷ്യനെ വംശബന്ധവും വിവാഹബന്ധവുമുള്ളവനാക്കി. താങ്കളുടെ റബ്ബ് സർവശക്തനാകുന്നു. وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَنفَعُهُمْ وَلَا يَضُرُّهُمْ وَكَانَ الْكَافِرُ عَلَى رَبِّهِ ظَهِيرًا അവർ അല്ലാഹുവിന് പുറമേ തങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത ചില വസ്തുക്കളെ ആരാധിക്കുന്നു. സത്യനിഷേധി തന്റെ നാഥനെതിരെ പിശാചിനെ സഹായിക്കുന്നവനായിരിക്കുന്നു. وَمَا أَرْسَلْنَاكَ إِلَّا مُبَشِّرًا وَنَذِيرًا നബിയെ, ലോകത്തിന് സന്തോഷവാർത്ത അറിയിക്കുന്നവനും മുന്നറിയിപ്പ് നൽകുന്നവനുമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. قُلْ مَا أَسْأَلُكُمْ عَلَيْهِ مِنْ أَجْرٍ إِلَّا مَنْ شَاءَ أَنْ يَتَّخِذَ إِلَى رَبِّهِ سَبِيلًا താങ്കൾ പറയുക, ഈ ദൗത്യ നിർവഹണത്തിന്റെ പേരിൽ യാതൊരു പ്രതിഫലവും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. എന്നാൽ ആരെങ്കിലും തന്റെ റബ്ബിലേക്ക് നല്ല മാർഗമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അള്ളാഹുവിന്റെ വഴിയിൽ വല്ല ദാനധർമ്മവും ചെയ്യുവാൻ അത് ചെയ്തുകൊള്ളട്ടെ. وَتَوَكَّلْ عَلَى الْحَيِّ الَّذِي لَا يَمُوتُ وَسَبِّحْ بِحَمْدِهِ
وكفى به بذنوب عباده خبيرا. മരിക്കാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹുവിന്റെ മേൽ താങ്കൾ ഭരമേൽപ്പിക്കുക. അവനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയും ചെയ്യുക. തന്റെ അടിമകളുടെ പാപങ്ങളെക്കുറിച്ച് സൂക്ഷ്മജ്ഞനായി അവൻ തന്നെ മതി. الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش الرحمن فاسأل به خبيرا. അവൻ ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ള വസ്തുക്കളെയും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനത്രേ. അവൻ അർശിനെ കീഴടക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ കരുണാനിധിയാണ്. അതിനാൽ അതിനെ സംബന്ധിച്ച് കൂടുതൽ അറിവുള്ളവനോട് ചോദിച്ചുകൊള്ളുക. وَإِذَا قِيلَ لَهُمُ اسْجُدُوا لِلرَّحْمَنِ قَالُوا وَمَا الرَّحْمَنُ أَنَسْجُدُ لِمَا تَأْمُرُنَا وَزَادَهُمْ نُفُورًا. നിങ്ങൾ റഹ്മാന് സുജൂദ് ചെയ്യുക എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ ചോദിക്കുന്നു, ആരാണ് റഹ്മാൻ? നീ കൽപ്പിക്കുന്ന വസ്തുവിന് ഞങ്ങൾ സുജൂദ് ചെയ്യുകയോ? ഈ ഉപദേശം അവർക്ക് കൂടുതൽ വെറുപ്പുണ്ടാക്കുകയാണ് ചെയ്തത്. تبارك الذي جعل في السماء بروجا وجعل فيها سراجا وقمرا منيرا. ആകാശത്ത് രാശിമണ്ഡലങ്ങൾ ഉണ്ടാക്കിയ അള്ളാഹു നന്മയേറിയവനാകുന്നു. അവനതിൽ സൂര്യനെയും പ്രകാശിക്കുന്ന ചന്ദ്രനെയും ഉണ്ടാക്കിയിരിക്കുന്നു. وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. ചിന്തിക്കാനോ നന്ദി പ്രകടിപ്പിക്കാനോ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി രാവിനെയും പകലിനെയും മാറി മാറി വരുന്നതാക്കിയതും അവൻ തന്നെയാണ്. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما. കരുണാനിധിയായ അള്ളാഹുവിന്റെ അടിമകൾ ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരും അജ്ഞന്മാർ തങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതായാൽ സമാധാനപരമായ വാക്ക് പറയുന്നവരും തങ്ങളുടെ റബ്ബിന് നിസ്കരിക്കുന്നവരായി രാത്രി കഴിച്ചുകൂട്ടുന്നവരുമാണ്. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ഞങ്ങളുടെ രക്ഷിതാവേ, നരകശിക്ഷ ഞങ്ങളിൽ നിന്നും നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിന്റെ ശിക്ഷ നിത്യമായതാണ്. إنها ساءت مستقرا ومقاما. വളരെ ചീത്തയായ വാസസ്ഥലവും പാർപ്പിടവും തന്നെയാണ് എന്ന് പ്രാർത്ഥിക്കുന്നവരുമാണ്. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. ചെലവ് ചെയ്യുമ്പോൾ അമിതമാക്കുകയോ പിശുക്കുകയോ ചെയ്യാതെ രണ്ടിനുമിടയ്ക്കുള്ള മിതമായ നിലപാട് സ്വീകരിക്കുന്നവരുമാണവർ. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما. അള്ളാഹുവിന്റെ കൂടെ വേറെ ഇലാഹിനോട് പ്രാർത്ഥിക്കാത്തവരും ന്യായമായ അവകാശമില്ലാതെ അള്ളാഹു വിരോധിച്ച ഒരു ശരീരത്തെ കൊലപ്പെടുത്താത്തവരും വ്യഭിചരിക്കാത്തവരുമാണവർ. ഈ കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ അതിന്റെ ശിക്ഷ അവൻ കണ്ടെത്തുന്നതാണ്. يضاعف له العذاب يوم القيامة ويخلد فيه مهانا. അതായത് പുനരുത്ഥാന നാളിൽ അവന് ശിക്ഷ ഇരട്ടിയായി നൽകപ്പെടും. അതിലവർ നിന്ദ്യനായി എന്നെന്നും താമസിക്കും. إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. പക്ഷേ ആരെങ്കിലും പശ്ചാത്തപിച്ചു മടങ്ങുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ തിന്മകൾക്ക് അള്ളാഹു നന്മകളെ പകരമാക്കുന്നതാകുന്നു.
അല്ലാഹു വളരെ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ومن تاب وعمل صالحا فإنه يتوب إلى الله متابا. ആരെങ്കിലും പശ്ചാത്തപിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ തീർച്ചയായും അവൻ അല്ലാഹുവിലേക്ക് തൃപ്തികരമാം വിധം മടങ്ങുന്നവനാകുന്നു. والذين لا يشهدون الزور وإذا مروا باللغو مروا كراما. അവർ കള്ളസാക്ഷ്യം വഹിക്കാത്തവരും അനാവശ്യങ്ങളുടെ അടുത്തുകൂടി പോകുമ്പോൾ മാന്യന്മാരായി നടന്നു പോകുന്നവരുമാണ്. والذين إذا ذكروا بآيات ربهم لم يخروا عليها صما وعميانا. തങ്ങളുടെ റബ്ബിന്റെ വാക്യങ്ങൾ കൊണ്ട് ഉത്ബോധനം ചെയ്യപ്പെട്ടാൽ അതിൽ അശ്രദ്ധയും അവഗണനയും കാണിക്കാത്തവരുമാണവർ. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ ഭാര്യമാരിലും സന്താനങ്ങളിൽ നിന്നും സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കു നീ പ്രദാനം ചെയ്യണമേ. നീ ഞങ്ങളെ ഭക്തന്മാർക്ക് മാതൃകയാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരുമാണവർ. أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما. ബുദ്ധിമുട്ടുകളിലും പ്രതികൂല സാഹചര്യങ്ങളിലും ക്ഷമിച്ച കാരണത്താൽ അവർക്ക് പരലോകത്ത് ഉന്നതമായ സ്വർഗം പ്രതിഫലമായി നൽകപ്പെടുന്നതാണ്. അഭിവാദ്യത്തോടും സമാധാന സന്ദേശത്തോടും കൂടി അവരവിടെ എതിരേൽക്കപ്പെടുകയും ചെയ്യും. خالدين فيها حسنت مستقرا ومقاما. അവരതിൽ ശാശ്വതവാസികളായിരിക്കും. അത് താമസിക്കാനും വിശ്രമിക്കാനും എത്ര നല്ല സ്ഥലം. قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما. നബിയെ പറയുക, നിങ്ങളുടെ ഇബാദത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്റെ നാഥൻ നിങ്ങളെ വകവെക്കുമായിരുന്നില്ല. എന്നാൽ നിങ്ങൾ വിപരീതം പ്രവർത്തിച്ചു, സത്യത്തെ നിഷേധിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് പിന്നീട് അതിന്റെ ശിക്ഷ അനിവാര്യമായി തീരുന്നതാണ്.